ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച. മത്തായി 24:42 മുതൽ 51 വരെ വാക്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ സുരക്ഷാബോധമുള്ളവരായി മാറിയിരിക്കുന്നു. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന അറിയിപ്പുള്ള സുരക്ഷാ ക്യാമറകൾ മിക്കവാറും എല്ലായിടത്തും കാണാം. വീടുകളിലെ സെക്യൂരിറ്റി അലാറം മിക്കവാറും അത്യാവശ്യമായി മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ വീടുകളുടെ വാതിലുകൾ എപ്പോഴും പൂട്ടിയിടാൻ ശ്രദ്ധിക്കുന്നു. ഈ വലിയ സുരക്ഷാ അവബോധം ഈ കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. കള്ളന്മാർ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇന്നത്തെ സുവിശേഷ വായനയിലെ ആദ്യത്തെ ഉപമയിലെ യേശു ഒരാളുടെ വീട്ടിൽ കള്ളൻ അതിക്രമിച്ച് കയറുന്നതിൻ്റെ ഉപമ പറയുന്നുണ്ട്. കള്ളൻ്റെ തന്ത്രങ്ങളിലെ ആശ്ചര്യത്വത്തിൻ്റെ ഘടകത്തിലേക്ക് യേശു നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. കള്ളൻ്റെ വരവിൽ വീട്ടുടമസ്ഥൻ അത്ഭുതപ്പെടാതിരിക്കാനുള്ള ഏക മാർഗം രാത്രി മുഴുവൻ ഉണർന്നിരിക്കുക എന്നതാണ്. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന വീട്ടുടമസ്ഥൻ കർത്താവിൻ്റെ ഉപമയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിനും വരവിനും വേണ്ടി ജാഗരൂകരായി നിൽക്കുന്ന ശിഷ്യന്മാരുടെ ഒരു ചിത്രമായി മാറുന്നു. കർത്താവ് നമ്മെക്കുറിച്ചുള്ള നിരന്തരമായ അവബോധത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ അവനെക്കുറിച്ചുള്ള നിരന്തരമായ അവബോധത്തിൽ ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും കർത്താവിനെ അറിഞ്ഞിരിക്കുക എന്നത് നമുക്ക് ചിലപ്പോൾ സാധ്യമല്ല. കാരണം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും മറ്റ് പല കാര്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവ് അതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അവൻ്റെ നിരന്തരമായ സാന്നിധ്യം നാം ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം. ഇതിനെയാണ് ധ്യാനാത്മക മനോഭാവം എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധ്യാനാത്മകരാകാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ യജമാനെ ഉത്സാഹത്തോടെ സേവിക്കുന്ന വിശ്വസ്തനും ജ്ഞാനിയുമായ ഒരു ദാസനെ യജമാനൻ വൈകിയെന്ന് കരുതി ദുഷ്ടതയോടെ പ്രവർത്തിക്കുന്ന ഒരു അവിശ്വസ്തനുമായി ഈ സുവിശേഷ ഭാഗം താരതമ്യം ചെയ്യുന്നു. വിശ്വസ്തദാസന് പ്രതിഫലം ലഭിക്കും. അതേസമയം ദുഷ്ടദാസൻ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപിരിയൽ ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും. ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ വരവിനായി ഏത് നിമിഷവും തയ്യാറായിരിക്കണം എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം. കാരണം അത് അപ്രതീക്ഷിത സമയത്തും മണിക്കൂറിലും ആയിരിക്കും. ഉണർന്നിരിക്കുക എന്നതിനർത്ഥം ശ്രദ്ധയോടെ ഇരിക്കുക, അലംഭാവം കാണിക്കാതെ ജാഗ്രത പാലിക്കുക, ആത്മീയവും ധാർമ്മികവുമായ ജീവിതത്തിൽ സജീവമായി ഏർപ്പെടുക എന്നാണ്. വിശ്വസ്തനും ജ്ഞാനിയുമായ ഒരു ദാസൻ തൻ്റെ വിഭവങ്ങളും സമയവും മറ്റുള്ളവരെ സേവിക്കുന്നതിനും യജമാനൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ഉപയോഗിക്കുകയും അതിനായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അധികാരം ദുരുപയോഗം ചെയ്ത് ലൗകിക സുഖങ്ങൾക്കായി ജീവിക്കുന്ന ഒരു അവിശ്വസ്ത ദാസന് കഠിനമായ ന്യായവിധി നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം വിശ്വാസികളെ അലസമായ അലംഭാവമോ
അല്ലെങ്കിൽ പൂർണ്ണമായ നിസ്സംഗതയോ അല്ല, മറിച്ച് സജീവവും സന്തോഷകരവുമായ പ്രതീക്ഷയുടെയും വിശ്വസ്ത സേവനത്തിൻ്റെയും ജീവിതം നയിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ഹൈദരാബാദ്.